നമ്മുടെ അലിമാമി ചേട്ടൻ പറഞ്ഞേ ഇവിടെ അപ്പുറത്ത് നല്ല ഫ്ലൈയിങ് ഫിഷ് വന്നിട്ടുണ്ട്, എന്റെ കൂടെ വന്ന വാങ്ങിത്തരാം. പറക്കുന്ന മീനോ? എന്നാ പിന്നെ ഒന്ന് വാങ്ങിയിട്ട് തന്നെ കാര്യം. കുറച്ചു ദൂരം ചെന്നപ്പം പുള്ളി പറയുക, ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബ്. ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, ഞങ്ങളുടെ ക്ലബിന്റെ അകത്ത് കയറി വീഡിയോ എടുത്തോളാം, ഇന്ത്യക്കാരൊക്കെ ഒന്ന് കാണട്ടെന്ന് ഞങ്ങളുടെ ക്ലബ്ബ്. ഇപ്പൊ അകത്ത് ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീമിന്റെ പേരൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങനെ അദ്ദേഹം എന്നെയും കൂട്ടി ക്ലബിനുള്ളിലേക്ക്. ഇത് ഇവിടെയുള്ള പാവപ്പെട്ട സാധാരണക്കാരുടെ ക്ലബ്ബാണ്. ഇവിടെ മിക്കവാറും ഉള്ള വീടുകളിലൊന്നും ഇലക്ട്രിസിറ്റിയോ ടിവിയോ ഒന്നുമില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ക്ലബ്ബുകളിലാണ് അവർ ഫുട്ബോൾ മാച്ചും മറ്റും കാണുന്നത്. ക്ലബിനകത്ത് നിന്നപ്പോ എന്തോ മനസ്സിനൊരു ഭാരം പോലെ. ഏതായാലും ക്ലബിൽ നിന്ന് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയതും നമ്മുടെ അലിമാമി ചേട്ടൻ ഒരു ഓട്ടം. ദേ അപ്പുറത്തെ വീട്ടിലെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ നിന്ന് നേന്ത്രപ്പഴം തിന്നു. ഓടിപ്പോയി അതിൽ നിന്ന് പകുതി ഒടിച്ചു വായിലിട്ട്. എന്നിട്ട് ദേ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറയുക, ഇതാണ് ഞങ്ങളുടെ പ്ലാന്റീൻ. അങ്ങനെ അവസാനം എന്നെയും കൊണ്ടുപോയി ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട് പറയുക, ദേ ഇതാണത്രേ ഫ്ലൈയിങ് ഫിഷ്. ഇതെന്തോന്ന് മീനടേ, ആകാശത്തൂടെ പറന്നു പോയപ്പോ മിന്നലേറ്റു. ഇതാണത്രേ സ്മോക്ക്ഡ് ഫ്ലൈയിങ് ഫിഷ്. ഏതായാലും ഒരു 50 ലിയോൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്മോക്ക്ഡ് ഫിഷിന്റെ ഒരു 3 എണ്ണം കിട്ടും. ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 190-200 രൂപയോളം വരും. പുതിയൊരു ആഫ്രിക്കൻ വിശേഷവുമായി വീണ്ടും കാണാം.